അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നമുക്കത് പെട്ടെന്ന് ആ സാക്ഷ്യം മനസ്സിലാവത്തില്ല. കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വന്നാൽ അവിടെ ഒത്തിരി ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ, കിണർ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ മാർച്ച് മാസമായപ്പോൾ ഇത്രയും വലിയ വരൾച്ചയിൽ അവിടെ കിണർ വറ്റിപ്പോയി. ഈ കിണർ വറ്റിപ്പോയോടുകൂടി ആ പ്രദേശം പിന്നെ അടുത്ത് വെള്ളമുള്ളത് അടുത്ത വീട്ടിലാണ്. കുറച്ച് നടക്കുമ്പോൾ ഒരു വീട്ടിൽ കിണറുണ്ട്, അവർക്ക് വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് കോരിക്കൊണ്ട് വരണം. പക്ഷേ ലതയുടെ ഇരിപ്പ് കണ്ടിട്ട് വെള്ളം കോരാൻ പറ്റിയ ഒരു ഇരിപ്പല്ല. കതച്ച് പോകും പെട്ടെന്ന്, വണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെ രോഗമുണ്ടെന്ന് തോന്നണം. പക്ഷേ ലതയുടെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞെന്നറിയാമോ? അവർ പറഞ്ഞത് കറണ്ട് വെള്ളം അടിച്ച് കിണറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ, മുകളിലോട്ട് എടുക്കണമെങ്കിൽ കറണ്ടിൽ വേണം. അപ്പം കറണ്ട് അങ്ങനെ ചിലവാക്കാനില്ല, അതുകൊണ്ട് വെള്ളം തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കേരളത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണല്ലോ പ്രളയം മാറാതെ ഇരിക്കണത്. 2 പ്രളയം വന്നില്ലേ? ഇപ്പോൾ ഈ മാർച്ച് മാസം സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ചങ്കലച്ചത് ഇതാണ്. വെള്ളം 3-ാം നില വരെ കയറിയ ഒരു കേരളമാണിത്. എന്നിട്ടും മനുഷ്യൻ നന്നായിട്ടില്ല. പാവപ്പെട്ടവന് അരി വെക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ പറയണേ കറണ്ട് അടിക്കണം. അതിന് കറണ്ട് അടിക്കാതെ പിന്നെ എങ്ങനെ വെള്ളം കിട്ടണത്? അവിടെ വെള്ളത്തിന് ഇത്തിരി വെള്ളം കൊടുക്കണം, പക്ഷേ വെള്ളം കൊടുക്കാൻ തയ്യാറല്ല. അതായത് അതോടുകൂടി ഇവർക്ക് ചങ്ക് അലച്ച് ഇവർ തിരിച്ചു പോരും, വെള്ളമില്ലാതെ പോകും. പിന്നെ എന്താ ഒരു മാർഗ്ഗവും ഇല്ല. അവർ കിണറ്റിലിടും നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കും. അപ്പോഴവിടെ മനസ്സിലൊരു സംഭവം ഉണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം. അവിടെ മനസ്സിൽ വിചാരിച്ചേ അവർ ഉടമ്പടി എടുത്ത അപ്പോഴേ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ എല്ലാം തീർന്നു. അവരുടെ കയ്യിൽ ഒരാപത്ത് വന്നപ്പോൾ എല്ലാം തീർന്ന്. പക്ഷേ വെഞ്ചരിച്ച തേനിരിപ്പുണ്ട്. ഞങ്ങളെപ്പോഴും ഞങ്ങളോട് പറയണതാണ്, ഞങ്ങളെന്തെങ്കിലും വെഞ്ചരിച്ച് തന്നാൽ അത് ഇങ്ങനെ ഒരു സാധാരണ ഒരു ജനറൽ വെഞ്ചരിപ്പല്ലത്. അത് കർത്താവിൻ്റെ കുർബാന അർപ്പിച്ചു, അതിനുശേഷം 12 ദിനം പ്രാർത്ഥന ചൊല്ലിയാണ് നിറച്ച വസ്തുക്കൾ തരണത്. പക്ഷെ അത് ചിലർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ചെയ്യണം. അപ്പോൾ ലത നോക്കിയപ്പോൾ ഒന്നുമില്ല, തേൻ ഇത്തിരി വെഞ്ചരിച്ച് ഇരിപ്പുണ്ട്. ഇവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തേൻ എടുത്തിട്ട് മാതാവേ ഒരു മാർഗ്ഗവുമില്ല, അമ്മ ഇല്ലാതെ വേറൊരു മാർഗ്ഗമില്ലേ, ഇത്തിരി കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യണതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വരണ്ട് ഉണങ്ങിപ്പോയ കിണറ്റിലോട്ട് താഴേക്ക് ഈ തേനിങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലി തേനിങ്ങനെ ഒഴിച്ചിട്ട് അവർ തിരിച്ചു പോരും. തിരിച്ചു പോന്ന് ഒരു 5 ചവിടി വരെ വെച്ച് കാണും. അപ്പം കുളുകുളാന്നും പറഞ്ഞ് സ്വരം കേൾക്കും ഇവർ. അപ്പോൾ ആരാണ്ട് കിണറിലെ വീണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തിരിച്ചു വരുമ്പോൾ അവർ പറയണേ കഞ്ഞി തിളക്കണ പോലെ താഴേന്ന് വെള്ളം മേലോട്ട് കുതിച്ച് വന്നുകൊണ്ടിരിക്കണമെന്ന്. അതായത് അത് കേട്ടോടുകൂടി ഇവിടെ ഇരുന്ന ജനം മുഴുവൻ അറിയാതെ പേടിച്ചു പോയി.